ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? അപ്പോൾ നമ്മൾ 1 മുതൽ 5 വരെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇനി നമുക്ക് 6ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6, രുചിമേളം. കുഞ്ഞുമോളുടെ പിറന്നാളാണ്. അമ്മ അവൾക്ക് പായസം ഉണ്ടാക്കി നൽകി. കൂട്ടുകാരായി നിങ്ങൾ അവൾക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കി നൽകുക? പാചകക്കുറിപ്പ് തയ്യാറാക്കൂ. വിഭവത്തിൻ്റെ പേര്. കൂട്ടുകാരുണ്ടാക്കി കൊടുക്കുന്ന വിഭവത്തിൻ്റെ പേര് എഴുതിക്കോളൂ. ലഡു. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമ്പു വേണം, കടലമാവ് വേണം, വെള്ളം, പഞ്ചസാര, ഏലക്ക, കശുവണ്ടി, മുന്തിരി, നെയ്യ്, കൽക്കണ്ടം, മഞ്ഞ ഫുഡ് കളറ്. ഇവയെല്ലാം നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. കൂട്ടുകാരെ ചുരുങ്ങിയ വാക്കിൽ എഴുതിക്കോളൂ. പ്രവർത്തനം 7. കുഞ്ഞുമോളുടെ പിറന്നാളിന് പാൽപ്പായസവും പ്രഥമനും ഉണ്ടാക്കി. കൂട്ടുകാർ വന്നു. ഞങ്ങൾക്ക് പാൽപ്പായസം മതി. കണ്ടെത്താം. പിറന്നാളിനെത്തിയ 45 കുട്ടികളിൽ 16 പേർ മാത്രമാണ് പ്രഥമൻ കുടിച്ചത്. ബാക്കിയുള്ളവർ പാൽപ്പായസം കുടിച്ചു. എങ്കിൽ എത്ര പേർ പാൽപ്പായസം കുടിച്ചു? നോക്കാം. പിറന്നാളിനെത്തിയവർ എത്ര പേരാണ്? 45 കുട്ടികളാണ് പിറന്നാളിനെത്തിയത്. പ്രഥമൻ കുടിച്ചവർ 16 പേരാണ് പ്രഥമൻ മാത്രം കുടിച്ചത്. പാൽപ്പായസം കുടിച്ചവരെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? 45-ൽ നിന്ന് 16 കുറച്ചാൽ പോരെ? 29 പേരാണ് പാൽപ്പായസം കുടിച്ചത്. പ്രഥമൻ കുടിച്ചവരുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് പാൽപ്പായസം കുടിച്ചവരുടെ എണ്ണം? എങ്ങനെ കണ്ടെത്തും? 29-ൽ നിന്ന്, അതായത് പാൽപ്പായസം കുടിച്ചവരുടെ എണ്ണത്തിൽ നിന്ന് പ്രഥമൻ കുടിച്ച കുട്ടികളുടെ എണ്ണം കുറച്ചാൽ പോരെ? അപ്പോൾ 13 പേരാണ് പ്രഥമൻ കുടിച്ചവരുടെ എണ്ണത്തേക്കാൾ പാൽപ്പായസം കുടിച്ചവരുടെ എണ്ണമെന്ന് പറയുന്നത്. പ്രവർത്തനം 8. തിന്നാം തിന്നാം. ഹായ്, പഴംപൊരിയുടെ മണം. കുട്ടികൾ മൂക്കു വിടർത്തി. എന്തെല്ലാം ആഹാരങ്ങൾ! വരച്ചു ചേർക്കും. എണ്ണയിൽ ചൂടുന്നവയെ വരച്ചു ചേർക്കണം. പിന്നെയോ ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ പഴവർഗ്ഗങ്ങളുണ്ട്. നമുക്ക് എണ്ണയിൽ ചൂടുന്നവ ആദ്യം വരച്ചു ചേർക്കാം. ഒന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്, വട. പിന്നെയോ ബജി, പഴംപൊരി. ഇനി ആവിയിൽ വേവിക്കുന്നവയോ? ഇഡ്ഡലി, ഇടിയപ്പം, പുട്ട്. പഴവർഗ്ഗങ്ങൾ: മുന്തിരി, മാമ്പഴം, ആപ്പിൾ. കൂട്ടുകാർ ഇതുപോലെ വരച്ചു ചേർക്കണേ. പ്രവർത്തനം 9. വാഹനങ്ങൾ പലതരം. കുഞ്ഞുമോൾക്ക് സമ്മാനമായി കിട്ടിയ പുസ്തകത്തിലെ ഒരു പേജ് നോക്കൂ. യാത്രാവാഹനങ്ങൾക്ക് നിറം നൽകൂ. ഏതൊക്കെയാണ് കൂട്ടുകാരെ ഇതിൽ യാത്രാവാഹനങ്ങൾ? അതെ, കാറ്, എയ്റോപ്ലെയിൻ, ട്രെയിൻ, സൈക്കിൾ, ഓട്ടോറിക്ഷ, ബസ്, വള്ളം, മോട്ടോർ സൈക്കിൾ, സൈക്കിൾ. ഇതെല്ലാം യാത്രാവാഹനങ്ങളാണ്. മറ്റു വാഹനങ്ങൾ ഏതൊക്കെയാണ്? ചരക്കു വാഹനങ്ങളാണല്ലേ? അതെ. അടുത്ത് നോക്കി. ഫയർ എഞ്ചിൻ്റെ നിറമെന്ത്? ചുവപ്പാണ് ഫയർ എഞ്ചിൻ്റെ നിറമെന്ന് പറയുന്നത്. ഇനി രോഗികളെയും അപകടത്തിൽപ്പെടുന്നവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോടുകൂടിയ ഒരു വാഹനമുണ്ട്. അതേതാണെന്ന് അറിയാമോ? അതെ, ആംബുലൻസ് ആണ് അല്ലേ കൂട്ടുകാരെ? എഴുതിക്കോളൂ. ഇനി എഴുതാം. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണ്? സൈക്കിൾ, വള്ളം, കാളവണ്ടി. ഇവയൊന്നും ഇന്ധനം ഇല്ലാതെയാണ് ഓടുന്നത്. അടുത്ത നോക്കിയേ. സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. ലോറി, കാളവണ്ടി, ടിപ്പർ. ഇതെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്